ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ ഒരു സംശയമാണ്, ഈ സെൻസൈഡ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ പരുക്കനിടണോ അതേ പൂഴി ഇടണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഇടാമെന്ന് കരുതി. അപ്പോൾ ഇത് സൈറ്റ് പറഞ്ഞത് പേരുക്കട സൈറ്റാണ് കേട്ടോ. ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് പറയാതിരിക്കാൻ വയ്യ, ആടിപ്പിളി ബാക്ക്ഗ്രൗണ്ടാണ്. ഇവിടുത്തെ ഒരു ആടിപ്പിളി വ്യൂ ആണ് ഈ കാണുന്നത്. ഈ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് രാവിലെയൊക്കെ എണീറ്റ് വന്ന് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ ഈ സെൻസൈഡ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ പറയാം. ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനത്തെ സംശയങ്ങൾ മാറത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതെല്ലാം കൂടി ഒരു ചെറിയൊരു വീഡിയോ ആണ്, ഒരു 4-4.5 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിൽ ഞാൻ എല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് ചാരം കെട്ടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ 2ാമത്തെ നിലയിലാണ് ചെയ്യുന്നതെങ്കിലും നല്ല കുഴിപ്പോക്കാണ്. അപ്പോൾ നമ്മൾ താഴെ നോക്കുമ്പോൾ ഒരു 4 നിലയുടെ ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചാരം കെട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇവിടെ ചാരം ഇട്ടേക്കുന്നത്. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റി ആദ്യം നോക്കണം. നല്ല രീതിയിൽ ഹൈറ്റ് എല്ലാം കെട്ടിയതിന് ശേഷം മാത്രമേ ഇതിൽ കയറി വർക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും സെൻസൈഡ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നല്ല പരുക്കൻ ചാന്തായിരിക്കണം ഇടുന്നത്. അതായത് പരുക്കൻ മണ്ണ്. നമ്മളെ പൂഴിയിട്ട് ചെയ്ത് കഴിഞ്ഞുള്ള കുഴപ്പമെന്ന് പറയുന്നത് കുറച്ച് ദിവസം കിടക്കും, കാരണം നല്ല വെയിലടിക്കുന്നതാണ്. അപ്പോൾ ആ വെയിലടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കംപ്ലീറ്റും പൊട്ടിപ്പോകും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പൂഴിയിട്ട് ചെയ്യരുത്, എപ്പോഴും പരുക്കനിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ ഈ സെൻസൈഡിൽ പ്ലാസ്റ്റർ ചെയ്യുന്ന മുമ്പ് നമ്മൾ ആ സെൻസൈഡ് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. നല്ല രീതിയിൽ അതിൻ്റെ വേസ്റ്റ് എല്ലാം കുത്തിക്കളഞ്ഞ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഉണങ്ങി നല്ല വെയിലുള്ള സമയമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രൗട്ട് ഒഴിച്ച് ചാന്തിടാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചില പണിക്കാരുണ്ട് കേട്ടോ, അത് എല്ലാ മേശിരിമാരും അങ്ങനെയല്ല. ചില ആൾക്കാർ പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടി, അതായത് സ്പീഡിന് പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഈ ഉണങ്ങിയിരിക്കുന്ന ആ ഒരു സ്ലാബിൻ്റെ മേളിൽ തന്നെ കുറച്ച് കട്ടി ഗ്രൗട്ട് ഒഴിച്ച് ചാന്ത് വളരെ പൊടി പരുവത്തിലിടും. അതായത് പൊടി പരുവത്തിലിടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിൽ ഗ്രൗട്ട് ചുറ്റി പെട്ടെന്ന് വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പെന്ന് വെച്ചാൽ 100% ഉറപ്പാണ്, 1-2 മാസം അത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റും വെടിച്ച് പൊട്ടി ഇളകും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴെപ്പോഴും ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം മാക്സിമം ചെയ്യുന്ന വർക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട്, ചില ക്ലയൻറ്റിന് അറിയത്തില്ലായിരിക്കും. ക്ലയൻറ്റ് പറയും അത് കുഴപ്പമില്ല, പെട്ടെന്ന് തീർത്ത് പോകാൻ പറയും. അവർ പലതും പറയും. നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന പണി അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ നല്ല ലൂസ്, അതായത് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല ലൂസ് ഗ്രൗട്ട് തന്നെ ഒഴിക്കണം. അതുപോലെ തന്നെ ഇതിൽ ഇടുന്ന ചാന്തും ഇത്തിരി ലൂസായിരിക്കണം. ഒരുപാട് പൊടി പരുവത്തിലിടരുത്, ഇത്തിരി ലൂസായിട്ട് വേണം ചാന്ത് ഇടാൻ. ഇട്ടതിന് ശേഷം നമ്മൾ ഒറ്റ സ്ലോപ്പ്, വേറെ ഒരുപാട് കട്ടി വലിയ സ്ലോപ്പൊന്നും കൊടുക്കണ്ട. ഈ ചുമരിൻ്റെ സൈഡിൽ നമ്മളൊരു വശവ് കൊടുത്ത് ഒറ്റ സ്ലോപ്പ് ചെയ്ത് ഗ്രൗട്ട് ചുറ്റിയാൽ മതി. പിന്നെ ഇതിൽ സിമൻറ്റ് മണ്ണ് മിക്സ് ചെയ്യുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ 4 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ്, ആ ഒരു ലെവലിലാണ് ഇത് ചെയ്യുന്നത്. പല ആൾക്കാരും പറയും അടിയിലും മേളിലും സിമൻറ്റ് വരുന്നതല്ലേ, ഗ്രൗട്ട് വരുന്നതല്ലേ, അപ്പം 4-1 വേണോ എന്ന് ചോദിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ ചേർക്കുന്നത് 4 ചട്ടി മണ്ണ് 1 ചട്ടി സിമൻറ്റ്, ആ ഒരു കണക്കാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ പിന്നീട് ഇതിന് ഒരു പ്രശ്നവും വരരുത്. അപ്പോൾ ആ ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നാലും ആ മിസ്റ്റേക്കുകൾ ക്ലിയർ ചെയ്ത് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ മെയിനായിട്ടും ഈ സെൻസൈഡ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, മണ്ണ് പാറപ്പൊടി ഇടരുത്, കറക്റ്റ് പരുക്കം തന്നെ ഇടാൻ നോക്കണം. ഈ പാറപ്പൊടി ഇട്ട് ചെയ്യാനേ പാടില്ല, എംസാൻഡ് ഇട്ട് തന്നെ ചെയ്യാൻ നോക്കണം. ഓക്കെ.